പ്രതീക്ഷയിലേക്ക് കൂടി ഒന്ന് പോയി വരാം. പ്രതീക്ഷ, ഇപ്പോൾ KGMO പറയുന്നത് പിഴവ് സംഭവിച്ചിട്ടില്ല, സങ്കീർണതയുണ്ടായിരുന്നു പ്രസവത്തിന് എന്നുള്ളത് വസ്തുതയാണ്. അതല്ലാതെ ഒരു പിഴവും ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടില്ല. മാത്രവുമല്ല, ഈ സമയത്ത് സൂപ്രണ്ടിനെയൊക്കെ കൈയേറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വരുന്നതും കണ്ടു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഡോക്ടർമാരെ, ആശുപത്രി പ്രവർത്തകരെ ആക്രമിച്ചതിന് നിലവിൽ സർക്കാരിന് സംവിധാനമുണ്ട്. അതനുസരിച്ച് നടപടി എടുക്കണം എന്നുള്ളതാണോ KGMO ആവശ്യപ്പെടുന്നത്? പ്രതീക്ഷ, അരുൺകുമാർ, ഈ ഡോക്ടർ ബിന്ദു സുന്ദറിനെ സംരക്ഷിക്കുകയാണ് നിലവിൽ സർക്കാർ ഡോക്ടർമാരുടെ സംഘടന ചെയ്യുന്നത്. സ്വാഭാവികമായി ഉണ്ടാകുന്ന സങ്കീർണതകളാണ് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ സംഭവിച്ചത് എന്നുള്ള വിശദീകരണമാണ് നിലവിൽ KGMO നൽകുന്നത്. ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിച്ച വിദഗ്ധ സമിതി പരിശോധിച്ച് ആ റിപ്പോർട്ട് നൽകുന്നത് വരെ ബാഹ്യ സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങരുത് എന്നുള്ള ഒരു നിർദ്ദേശമാണ് നിലവിൽ KGMO മുന്നോട്ട് വച്ചിരിക്കുന്നത്. അത്തരത്തിൽ ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഡോക്ടർക്കെതിരെ ഏതെങ്കിലും നടപടി സ്വീകരിച്ചാൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി KGMO നൽകുന്നുണ്ട്. ഇന്ന് ഇതിന്റെ ഭാഗമായി ഇന്നലെ ഈ ആശുപത്രിയിലുണ്ടായ പ്രതിഷേധങ്ങളുടെയും ഡോക്ടർക്ക് നേരെയുണ്ടായ പ്രതിഷേധങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഇന്ന് പ്രതിഷേധ ദിനമായാണ് KGMO ജില്ലാ ഘടകം ആചരിക്കുന്നത്. അത്തരത്തിലൊരു പ്രതിഷേധം KGMOയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർക്കെതിരെയും വലിയ പ്രതിഷേധമാണ് കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും ഒപ്പം ചില രാഷ്ട്രീയ പാർട്ടികളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. നേരത്തെയും ബിന്ദു സുന്ദറിനെതിരെ ഈ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ഉണ്ടായിരുന്നു. 2 പരാതികൾ DMOയ്ക്ക് നേരത്തെ ലഭിച്ചതാണ്. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പ് വളരെ പെട്ടെന്ന് തന്നെ ഒരു അന്വേഷണത്തിലേക്ക് കടന്നിട്ടുള്ളത്. മെഡിക്കൽ കോളേജിൽ നിന്നുള്ള 3 അംഗ സംഘത്തെയാണ് നിലവിൽ അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുള്ളത്. ഗൈനക്കോളജി ഒപ്പം പീഡിയാട്രിക് അനസ്തേഷ്യ വിഭാഗങ്ങളിൽ നിന്നുള്ള 3 ഡോക്ടർമാർ ഇന്ന് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെത്തും. വിശദമായി പരിശോധന നടത്തി ഇന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും ഡോക്ടർക്കെതിരെ നടപടി ഉണ്ടാവുക. അരുൺകുമാർ, താങ്ക് യു.